ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. 100 ദിവസത്തെ ഫിനാൻഷ്യൽ ബുക്ക് സമ്മറി ചലഞ്ചിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, വാറൻ ബഫറ്റ് ചെറുപ്പമായിരുന്നപ്പോൾ, അതായത് 35 വയസ്സിന് മുൻപ് താനൊരു കോടീശ്വരനാകുമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തിരുന്നു. 0-ൽ നിന്ന് തുടങ്ങി 32 വയസ്സായപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും ധനികനായ ഈ നിക്ഷേപകൻ എങ്ങനെ കോടികൾ സമ്പാദിച്ചുവെന്നും അത് ശതകോടികളാക്കി മാറ്റിയെന്നും ഈ പ്രചോദനാത്മകമായ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വാറൻ ബഫറ്റ് 1930 ഓഗസ്റ്റ് 30-ന് അമേരിക്കയിലെ ഒമാഹ നഗരത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഹോവാർഡ് ബഫറ്റ് ഒരു സ്റ്റോക്ക് ബ്രോക്കറും രാഷ്ട്രീയക്കാരനുമായിരുന്നു. അമ്മ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. ആ കാലഘട്ടത്തിൽ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാറന് ഒരു വയസ്സ് തികയുന്നതിന് മുൻപ് അവരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും അവർ പണം നിക്ഷേപിച്ചിരുന്ന ബാങ്ക് തകർന്നതോടെ നഷ്ടപ്പെട്ടു. കുട്ടിക്കാലത്ത് അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെ നാളുകൾ കണ്ടു. പിതാവിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അമ്മ പലപ്പോഴും സ്വന്തം പങ്ക് ഉപേക്ഷിക്കുമായിരുന്നു. ഈ അനുഭവമാണ് ചെറുപ്പത്തിൽ തന്നെ ഒന്നുകിൽ താൻ സമ്പന്നനാകും അല്ലെങ്കിൽ ജീവൻ വെടിയും എന്ന പ്രതിജ്ഞ എടുക്കാൻ വാറനെ പ്രേരിപ്പിച്ചത്. കുട്ടിക്കാലം മുതലേ വാറന് കണക്കിലും അക്കങ്ങളിലും അതീവ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം വാഹനങ്ങളുടെ നമ്പർ കുറിച്ചു വയ്ക്കുകയും അവ വിശകലനം ചെയ്യുകയും അതിലെ പാറ്റേണുകൾ കണ്ടെത്തുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ കോൾഡ് ഡ്രിങ്ക് വെൻഡിംഗ് മെഷീനിൽ നിന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് കൊക്കോ കോളയാണെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. ആഴ്ചകളോളം അടപ്പുകൾ ശേഖരിച്ച് കൊക്കോ കോളയാണ് ഏറ്റവും ജനപ്രിയമെന്ന് അദ്ദേഹം നിഗമനത്തിലെത്തി. വർഷങ്ങൾക്ക് ശേഷം ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊക്കോ കോളയിൽ നിക്ഷേപിച്ചു. 10 വയസ്സുള്ളപ്പോൾ ലൈബ്രറിയിൽ നിന്ന് അദ്ദേഹം $1000 സമ്പാദിക്കാൻ 1000 വഴികൾ എന്നൊരു പുസ്തകം വായിച്ചു. മെഷീനുകൾ സ്ഥാപിച്ച് എങ്ങനെ പണം സമ്പാദിക്കാം എന്നൊരാശയം ആ പുസ്തകത്തിലുണ്ടായിരുന്നു. ഈ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എത്ര സമയത്തിനുള്ളിൽ തനിക്ക് രണ്ടാമത്തെ മെഷീൻ വാങ്ങാൻ കഴിയുമെന്നും ഓരോ തവണയും ലാഭം എങ്ങനെ പുനർനിക്ഷേപിക്കാൻ കഴിയുമെന്നും വാറൻ കണക്കുകൂട്ടി. ലോകം മുഴുവൻ തൻ്റെ മെഷീനുകൾ ഉപയോഗിച്ചാൽ എത്ര പണം സമ്പാദിക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. വാറൻ ബഫറ്റ് കുട്ടിക്കാലത്ത് കോൾഡ് ഡ്രിങ്ക്, ച്യൂയിംഗം, മാഗസിനുകൾ, പത്രങ്ങൾ എന്നിവയെല്ലാം വിറ്റിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം ആളുകൾക്ക് പത്രം എത്തിച്ചു കൊടുക്കുമായിരുന്നു. പണം സമ്പാദിക്കുന്നതിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തി. കാരണം അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകുകയും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. ചെസ് കളിയിൽ ഓരോ കളത്തിലും ധാന്യങ്ങൾ ഇരട്ടിയാക്കിയപ്പോൾ അവസാനം രാജാവിന് തൻ്റെ സാമ്രാജ്യം മുഴുവൻ നൽകേണ്ടി വന്ന രാജാവിൻ്റെയും പുരോഹിതൻ്റെയും കഥ കേട്ടപ്പോൾ അദ്ദേഹത്തിന് കോമ്പൗണ്ടിങ് എന്ന തത്വത്തോട് വലിയ ഇഷ്ടം തോന്നി. പിതാവിൻ്റെ നിർബന്ധപ്രകാരം ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ അപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. എന്നാൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വഴിത്തിരിവ്. അദ്ദേഹം ദ ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ, സെക്യൂരിറ്റി അനാലിസിസ് തുടങ്ങിയ പുസ്തകങ്ങൾ വായിക്കുകയും ബെഞ്ചമിൻ ഗ്രഹാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഗ്രഹാം പഠിപ്പിച്ചിരുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടുകയും ചെയ്തു. ഗ്രഹാം അദ്ദേഹത്തെ 2 പ്രധാന നിയമങ്ങൾ പഠിപ്പിച്ചു. 1, ഒരിക്കലും പണം നഷ്ടപ്പെടുത്തരുത്. 2, ആദ്യത്തെ നിയമം ഒരിക്കലും മറക്കരുത്. ഒരു വസ്തുവിൻ്റെ നിലവിലെ വിപണി വിലയ്ക്കല്ല അതിൻ്റെ യഥാർത്ഥ വിലയ്ക്ക് വാങ്ങുന്ന വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന തത്വം അദ്ദേഹത്തെ പഠിപ്പിച്ചു. 1956-ൽ 25 വയസ്സുള്ളപ്പോൾ അദ്ദേഹം തൻ്റെ ആദ്യത്തെ പാർട്ണർഷിപ്പ് സ്ഥാപനം ആരംഭിച്ചു. വെറും 6 വർഷം കൊണ്ട് $5000 $1 മില്യൺ മാറ്റി. ഓഹരികൾക്ക് വില കൂടിയപ്പോൾ അദ്ദേഹം സ്ഥാപനം അടച്ചു. അദ്ദേഹത്തിന് പൊതുവേദിയിൽ സംസാരിക്കാൻ ഭയമായിരുന്നു. എന്നാൽ ഡെയിൽ കാർണഗിയുടെ കോഴ്സിലൂടെ ആത്മവിശ്വാസം നേടുകയും തൻ്റെ കാമുകി സൂസനോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ചാൾസ് മഗ്ലറുമായി കണ്ടുമുട്ടി. അതോടെ അദ്ദേഹത്തിൻ്റെ നിക്ഷേപതന്ത്രം മാറി. സമയം കഴിയുന്തോറും സ്വയം മൂല്യം വർദ്ധിക്കുന്ന ഗുണമേന്മയുള്ള കമ്പനികളിൽ അദ്ദേഹം നിക്ഷേപം തുടങ്ങി. കൊക്കോ കോള, അമേരിക്കൻ എക്സ്പ്രസ് തുടങ്ങിയ കമ്പനികളിൽ നിന്ന് അദ്ദേഹം വലിയ ലാഭം നേടി. അദ്ദേഹം പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ടെക്സ്റ്റൈൽ കമ്പനിയായ ബെർക്ക്ഷയർ ഹാത്വേ വാങ്ങി. അതിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് കമ്പനിയാക്കി. അതാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രധാന ബിസിനസ്. അദ്ദേഹം കോമ്പൗണ്ടിങ്ങിൻ്റെ ജീവിതത്തിൽ അടിസ്ഥാന മന്ത്രമാക്കി. 2019 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആസ്തി $85 ബില്യൺ ആയി. അദ്ദേഹവും ബിൽ ഗേറ്റ്സും അടുത്ത സുഹൃത്തുക്കളാണ്. ഇരുവരും തങ്ങളുടെ വിജയത്തിൻ്റെ കാരണം ഫോക്കസ് ആണെന്ന് പറയുന്നു. ബഫറ്റ് ഇന്ന് സാധാരണ ജീവിതം നയിക്കുന്നു. ഒരിടത്തരം വീട്, സാധാരണ ഭക്ഷണം, പഴയ കാർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 25 ജീവനക്കാർ ഇന്നും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നു. തനിക്ക് പണത്തോടല്ല, നിക്ഷേപം എന്ന കളിയോടാണ് ഇഷ്ടമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. തൻ്റെ സമ്പാദ്യത്തിൻ്റെ 99% ദാനം ചെയ്യുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബിൽ ഗേറ്റ്സിൻ്റെയും വാറൻ ബഫറ്റിൻ്റെയും സൗഹൃദം ആരംഭിച്ചത് രസകരമായ ഒരു സാഹചര്യത്തിലായിരുന്നു.
ബിൽഗേറ്റ്സിന്റെ അമ്മ മേരി ഒരു കുടുംബ സംഗമത്തിൽ ബിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു. അവിടെ വാറൻ ബഫറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ബിൽഗേറ്റ്സിന് ആദ്യം താല്പര്യമില്ലായിരുന്നു. കാരണം വാറൻ ബഫറ്റ് വെറുമൊരു ഓഹരി നിക്ഷേപകൻ മാത്രമാണെന്നും അദ്ദേഹത്തെ കണ്ടതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലെന്നും ബിൽഗേറ്റ്സ് കരുതി. എന്നാൽ ഉച്ചഭക്ഷണത്തിന് അവർ കണ്ടുമുട്ടിയപ്പോൾ വാറൻ വളരെ ബുദ്ധിമാനും ആകർഷകമുള്ള വ്യക്തിത്വമുള്ള ആളാണെന്നും ബിൽ തിരിച്ചറിഞ്ഞു. ആ കൂടിക്കാഴ്ച അവരുടെ ഗാഢമായ സൗഹൃദത്തിന്